ബിൽഡിംഗ് ടാക്സ് അടയ്ക്കാൻ മുനിസിപ്പാലിറ്റി പോയി, മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞ കാര്യമാണ് ഹരിതകർമ്മസേനയ്ക്കുള്ള പൈസ നമ്മൾ കൊടുത്തില്ലെങ്കിൽ നമുക്ക് കരമടയ്ക്കാനുള്ള അനുമതി ഇല്ല എന്നുള്ളത്. പിടിച്ചു പറയായിട്ടല്ലേ തോന്നുന്നു. ഈ പറയുന്നവന്റെ പൊട്ടത്തരത്തിനേക്കാളും എന്നെ അതിശയിപ്പിച്ചത് ഇത് ധാരാളം പേര് ഇത് ഷെയർ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു സന്ദേശമാണ് ഇത് സമൂഹത്തിൽ പടർത്തിയിരിക്കുന്നത്. നമുക്കറിയാം ഈ ഹരിതകർമ്മസേന എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ മാസവും നമ്മുടെ വീട്ടിൽ വന്ന് അവർ പ്ലാസ്റ്റിക്, മറ്റു സാധനങ്ങൾ, ബൾബ്, ചെരുപ്പ്, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും മാസം 50 രൂപ നമ്മളൊരു യൂസർ ഫീ കൊടുക്കുന്നുണ്ട്. കൗൺസിലർ നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ വാടകക്കാരെ കൂടി ഈ പ്ലാസ്റ്റിക് കൊടുക്കുന്നുണ്ടെന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളത്. അത്രയും ഉത്തരവാദിത്തത്തോടു കൂടി അത് ചെയ്യണം എന്നാണ് അവർ നമ്മളോട് പറയുന്നത്. അതായത് മറ്റുള്ളവർ പ്ലാസ്റ്റിക് വലിച്ചെറിയരുത്, പ്ലാസ്റ്റിക് കത്തിക്കരുത്, ഇങ്ങനെയുള്ള ഇതിൽ പുള്ളിക്ക് സംഭവിച്ചേക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ സഹകരിക്കാത്ത ധാരാളം പേരുണ്ടെന്നാണ് ഈ ഹരിതകർമ്മസേനയിലെ ആ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞത്. നമ്മൾ ഇന്നിപ്പോൾ വാങ്ങിക്കാൻ കിട്ടുന്ന സാധനത്തിൽ തീപ്പെട്ടി മാത്രമാണ് പ്ലാസ്റ്റിക് അല്ലാത്ത സാധനമുള്ളൂ. ബാക്കി എന്ത് സാധനവും, പാലും പഞ്ചസാരയും വെളിച്ചെണ്ണയൊക്കെ ഈ പറയുന്നവൻ അവൻ കടലാസിൽ പൂഞ്ഞുകൊണ്ടാണ് കൊണ്ടുപോകുന്നത്. ഇല്ല. അവളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കാം കേട്ടോ. അപ്പൊ ചെരുപ്പും ബാഗും ഫെബ്രുവരിയിൽ കുപ്പിച്ചില്ല, പിന്നെ ഏപ്രിലിൽ തുണി, പിന്നെ ഇടയ്ക്ക് ഇ വേസ്റ്റ് എടുക്കും, ബാറ്ററിയുടെ ഇത്, പിന്നെ എല്ലാ മാസവും പ്ലാസ്റ്റിക് എടുക്കുമല്ലോ. ഓക്കെ.